വെൽക്കം ടു ഷെബീസ് ലൈഫ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. കുറേ കാലത്തിന് ശേഷം ഒരു വോയിസൊക്കെ ഇട്ടിട്ടൊരു വീഡിയോ ഇടാണ്. വീഡിയോ ചെയ്യാൻ അത്യാവശ്യം നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. ചെയ്ത് കഴിഞ്ഞാൽ കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. എനിക്ക് എൻ്റെ വീഡിയോ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്താ അറിയില്ല, എഡിറ്റിങ് ഭയങ്കര ബോറിങ് പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് രാവിലെ തന്നെ ചെടിയൊക്കെ ഒന്ന് മൊഞ്ചാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലുള്ള പൊടികളൊക്കെ ഒന്ന് പോക്കി കൊടുക്കുകയാണ്. കേടുവന്ന ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുകയാണ്. പിന്നെ ഇലകൾ ഷൈൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ എന്തെങ്കിലും ഒരു ഓയിലിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് തുണിയിൽ വെച്ചിട്ട് തുടച്ചെടുത്താൽ ഇലകൾക്ക് നല്ല ഷൈനിങ് കിട്ടും കേട്ടോ. ലീഫ് ഷൈനിങ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ചെടികളൊക്കെ നമ്മൾ കുട്ടികളെ നോക്കുന്ന പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. അതിലേക്ക് എന്തെങ്കിലും ജന്തുക്കളൊക്കെ കയറി വന്ന് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവും, പൊടി പിടിച്ച് കിടക്കും. അതൊക്കെ തന്നെ ചെടികളുടെ വളർച്ചയെ വല്ലാതെ ബാധിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ട്രേയിൽ അത്യാവശ്യം നല്ല ചളി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് വെച്ച് കൊടുക്കുകയാണ്. വീടൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടെടുക്കുമ്പം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആസ്വദിക്കൽ നമ്മൾ തന്നെ ആയിരിക്കും, വൃത്തിയാക്കി വെച്ചിട്ടുള്ള വ്യക്തികൾ. ചിലവരെ കണ്ടിട്ടുണ്ടാവും, വീട്ടിലുള്ള മറ്റംഗങ്ങൾ ചിലപ്പോൾ അറിയാൻ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിന് അത് കിട്ടുന്ന വല്ലാത്തൊരു സന്തോഷമാണ്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് അലക്കൽ പരിപാടിയും അത് ഉണക്കിയിടലും ഉണങ്ങിയത് എടുത്ത് വെക്കലും മടക്കി വെക്കലും അങ്ങനത്തെ കുറേ പണികളുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ കുക്കിങ്ങൊക്കെ പെട്ടെന്ന് തന്നെ തീർത്തതിന് ശേഷമാണ് ഈ പരിപാടിയിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ. ആദ്യം ഇതന്നെ ചെയ്തു വെച്ചാൽ പിന്നെ കുക്കിങ്ങിന് മടിയാവും, നമ്മൾ എല്ലാം കൂടിയും ചെയ്യുമ്പോഴത്തേന് കുഴങ്ങി പോവുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണങ്ങിയ ഡ്രസ്സുകളൊക്കെ ഒന്ന് എടുക്കുകയാണ്. അതിൻ്റെ അങ്ങോട്ടേക്ക് വീഡിയോ ഒക്കെ കൊണ്ടുപോകാൻ മടിയായിട്ടാണ്. പിന്നെ ഇത് ബിരിയാണീൻ്റെ മസാല ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ടൊന്ന് പൊടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് എളുപ്പമാണ്. ആദ്യമൊന്നും ഞാനിങ്ങനെ പൊടിച്ച് വെക്കാറില്ലായിരുന്നു, അപ്പം ഉണ്ടാക്കാറായിരുന്നു. അപ്പോൾ എനിക്കത് എൻ്റെ ഉമ്മ പറഞ്ഞെന്ന ബിരിയാണി മസാലിൻ്റെ ഇതാണ് കേട്ടോ. അന്ന് മുതലേ പണ്ട് മുതലേ കുറേശ്ശെ ആയിരുന്നു ചെയ്യൽ. ഉമ്മ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യൽ, ഒന്നായിട്ട് പൊടിച്ച് വെക്കാറില്ല. 2-3 ട്രിപ്പിനൊക്കെയുള്ള പൊടിച്ച് വെക്കാറുള്ളൂ. ഉമ്മ പറയും അതിൻ്റെ സ്മെല്ല് നഷ്ടപ്പെടും, ഫ്രഷായിട്ട് ഉണ്ടാക്കുന്ന എപ്പോഴും നല്ലതെന്ന്. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വലിയൊരു ആശ്വാസമായിട്ട് തോന്നി. അങ്ങനെ ഞാൻ ഒരു 2-3 മാസമൊക്കെ നിൽക്കും ഇത് നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മിക്സിയുടെ ജാറൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വാഷറിൻ്റെ ഉള്ളിലും അവിടെ ഇവിടെയൊക്കെ വെള്ളം നിൽക്കും. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് നോക്കിയതാണ്. ഉണ്ടെങ്കിൽ ടിഷ്യൂ ടവലൊക്കെ വെച്ചിട്ട് നന്നാക്കി ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം പൊടിച്ചെടുക്കുക. മൂടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിയൊക്കെ ഒന്ന് ജസ്റ്റ് കറക്കി കൊടുക്കുകയാണ്. അപ്പം അത് അങ്ങോട്ട് പോയിക്കോളും. ഇത് എനിക്ക് കുറച്ച് ഉപകാരമായിട്ട് തോന്നി കേട്ടോ. പാനസോണിക്കിൻ്റെ മിക്സിയാണ് എൻ്റെ അടുത്തുള്ളത്. ഞാനിതിൻ്റെ റിവ്യൂ ഒക്കെ ഇട്ടിരുന്നു. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. എന്നിട്ട് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നാട്ടിൽ പോകുമ്പോഴൊക്കെ ഈ മസാലകളെല്ലാം പൊടിച്ചിട്ട് കൊണ്ടുപോവുക ചെയ്യുന്നത്, അവിടെ പോയിട്ട് തിരക്കൂടണ്ട വിചാരിച്ചിട്ട്. ഈ ബാഗുകൾ വളരെ യൂസ്ഫുള്ളാണ്. ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ്. കീറിയാൽ വേറെ വാങ്ങും, എന്നാൽ ഒരുപാട് കാലം നിൽക്കും കേട്ടോ ഇങ്ങനത്തെ ബാഗുകൾ. പൊടി ഡ്രസ്സിൽ പൊടി പിടിക്കാതിരിക്കാനും പിന്നെ ഒന്നായിട്ട് മറച്ച് ആൾമറയിലൊക്കെ വെക്കുമ്പോഴേ നമ്മൾ ഒന്നെടുക്കുമ്പോൾ ഒന്നായിട്ട് താഴോട്ട് വീണ് പോകുമല്ലോ, അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ബെഡ്ഷീറ്റുകൾ, ഡ്രസ്സുകൾ, മറ്റെല്ലാ ഐറ്റംസും ഇങ്ങനെ വെക്കുക ചെയ്യാറ്. പിന്നെ അയൺ ചെയ്യാതെ വെക്കുന്ന ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ വെക്കും. അപ്പോൾ ഇത് എൻ്റെ മോൻ്റെ ഇലക്ട്രിക് ഗിറ്റാറാണ്. അപ്പോൾ അതിനൊരു ബോക്സ് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇത് നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മളിത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാർഗോയിലൊക്കെ അന്വേഷിച്ച സമയത്ത് അവർ പറഞ്ഞ് നന്നായിട്ട് ബബിൾ റാപ്പ് ചെയ്താൽ നമുക്ക് നമ്മുടെ കൂടെ തന്നെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന്. അങ്ങനെ അത് പാക്ക് ചെയ്തിട്ട് നന്നായിട്ട് ബബിൾ റാപ്പ് ചെയ്തിട്ട് നമ്മൾ ലഗേജിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്കറിയില്ലായിരുന്നു ആദ്യം ഇതെങ്ങനെയാണ് അങ്ങോട്ട് കൊണ്ടുപോവുകയെന്ന്. അവൻ നാട്ടിൽ പഠിക്കാൻ പോയപ്പം കൂടെ കൊണ്ടുപോയതാണ്. ഇത് മോന് നാട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്നതാണ്, ഉമ്മ കൊടുത്തയച്ച് വിട്ടതാണ്. ഇതെല്ലാം വീട്ടിലുണ്ടായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ സാധനങ്ങൾ വെച്ച് കൂട്ടാൻ വെച്ച് കഴിക്കുമ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റാണല്ലോ.
പിന്നെ ഉമ്മമാരെ നമ്മൾ മാതാപിതാക്കളെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടിയിട്ട്. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നമ്മൾക്ക് എത്ര വയസ്സായാലും അവർക്ക് നമ്മൾ കുട്ടികളാണ്. ചേമ്പിൻ്റെ തണ്ട് വരെ ഉമ്മ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഉമ്മ ഇപ്പം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. എന്നാലും ഉമ്മ ബീഫൊക്കെ എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടി ഉണ്ടാക്കി അതൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറി ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത്യാവശ്യം നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പണിയുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഇനിയും നല്ല പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.